ഞാൻ സിനഡിലേക്ക് പോയത് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റുമായിട്ടാണ്. സിനഡ് കഴിഞ്ഞ് തിരിച്ചു വരണം. പ്രത്യേകിച്ച് കൺവെൻഷൻ നടക്കുന്നത് കൊണ്ട് അതിൽ സംബന്ധിക്കണം. നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തമ്പുരാൻ തെറ്റിച്ചു. ഞാൻ സിറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ പത്രോസിൻ്റെ സ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്ന ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സത്യം പറഞ്ഞാൽ പിതാവ് ഞെട്ടിപ്പോയി. എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒരുപാട് അസ്വസ്ഥനായി. കോട്ടയം അതിഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്ത മാത്യു മൂലക്കാട്ട് പിതാവാണ് ഈ സിനഡിലെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന പ്രിസൈഡിങ് ഓഫീസറായിട്ട് വോട്ടെടുപ്പിലൂടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭയങ്കര കരഘോഷമൊക്കെ ഉണ്ടായി. പക്ഷെ ഞാനൊന്നും കേട്ടില്ല. ഞാൻ അല്പസമയം നിർനിമേഷനായിട്ട് നിന്നു. ഞാൻ എൻ്റെ ഉള്ളിൽ ഒരുപാട് അസ്വസ്ഥത പ്രകടിപ്പിച്ചു. അദ്ദേഹം ഞാൻ മറുപടി പറയാത്തായപ്പോഴും വീണ്ടും ചോദിച്ചു, എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഈ കുരിശ് ഞാൻ സന്തോഷത്തോടെ നിങ്ങളൊക്കെ എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. നിങ്ങളെനിക്ക് വെറോനിക്കയും ശമയോനൊക്കെ ആകണം. കർത്താവ് മരിച്ചപ്പോൾ അടക്കാൻ കല്ലറയില്ലാണ്ട് വന്നപ്പോൾ നിക്കോദേമോസാണ് കല്ലറ കണ്ടെത്തിയത്. സുഗന്ധവ്യഞ്ജനങ്ങൾ മേടിക്കാൻ കാശില്ലാത്തത് കൊണ്ട് അതൊക്കെ കൊണ്ടുവന്നത്, സംഘടിപ്പിച്ചത് അയാളാണ്. ഞാൻ പറഞ്ഞു, നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ തട്ടിൽപിതാവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ പഴയ തട്ടിൽപിതാവ് തന്നെയാണ്. നമുക്ക് 35 രൂപതകളാണുള്ളത്. അതിൽ എന്നോട് കർത്താവ് ഇപ്പോൾ ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ഏത് രൂപതയാണ് സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു സന്ദേഹവുമില്ല, അത് ശംഷാബാദിന് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട വധു ശംഷാബാദ് രൂപതയാണ്. മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം 2ാം ഘട്ടമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരുപാട് എനിക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്. ഞാൻ മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കുറേ നേരം ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ പോയിരുന്നിട്ട് കുറേ പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ വാക്കുകളാണ് എൻ്റെ മനസ്സിൽ വന്നത്. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്കറിയാം. പത്രോസ് മീൻപിടുത്തക്കാരനായിരുന്നു. എല്ലാവരും കുലത്തൊഴിൽ വെച്ച് നോക്കുകയാണെങ്കിൽ യഹൂദ സമുദായത്തിലെ പിന്നാമ്പറങ്കാരായിരുന്നു. പക്ഷെ കർത്താവ് അവരോടൊരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടരുത്. എനിക്കൊറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വന്ന് നിറയുവോളം നിങ്ങൾ ജെറൂസലേം വിട്ടുപോകരുത്. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾ നിറയുവോളം നിങ്ങൾ ജെറൂസലേം വിട്ടുപോകരുത്. കർത്താവിൻ്റെ ആത്മാവ് ശിഷ്യന്മാരുടെ മേലെ നിറഞ്ഞ അനുഭവമാണ് പന്തക്കുസ്ത ദിവസത്തെക്കുറിച്ചിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകം എന്നെ ഒരുപാട് ആകർഷിച്ചു. പെന്തക്കോസ്റ്റ് ഈസ് നോട്ട് എൻ എൻഡ് റിയാലിറ്റി, it shall be a never-ending reality. Pentecost is not an end reality. പന്തക്കുസ്ത കഴിഞ്ഞിട്ടില്ല, പന്തക്കുസ്ത തുടരുകയാണ്. ഇന്ന് ഈ ധ്യാനത്തിലും എനിക്ക് തോന്നുന്നു പന്തക്കുസ്തായുടെ വേലിയേറ്റമാണ്. പന്തക്കുസ്ത തുടരുകയാണ്. പന്തക്കുസ്തായിലെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്ക് 3 വലിയ മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങൾ ഞാനും നിങ്ങളും ഏറ്റെടുക്കണം. പന്തക്കുസ്ത സ്വീകരിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാർക്കുണ്ടായ ആദ്യത്തെ മാറ്റം എന്താണെന്നറിയാമോ? അവർക്ക് കഴുകി വൃത്തിയാക്കപ്പെട്ട ഹൃദയവും നിർമ്മലമാക്കപ്പെട്ട മനസ്സാക്ഷിയും ഉണ്ടായി. They became holy. അവർ വിശുദ്ധരായി. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആദ്യത്തെ കൃപ എന്താണെന്നറിയാമോ? വിശുദ്ധിയിലേക്കുള്ള കൃപയാണ്. നമ്മിലുള്ള അഴുക്ക്, നമ്മളിലുള്ള മാലിന്യങ്ങൾ, നമ്മിലുള്ള കുറവുകൾ എല്ലാം എടുത്തു മാറ്റാൻ കർത്താവിൻ്റെ ആത്മാവ്
നമുക്ക് ശക്തി പകരുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നാൽ എനിക്കുണ്ടാകുന്ന ആദ്യത്തെ മാറ്റമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി, എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന നൈർമല്യം. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ വലിയ കൃപ, ആ കൃപ എനിക്ക് തോന്നുന്നേ നമ്മൾ സാക്ഷികളാകുകയാണ്. എന്താണ് സാക്ഷ്യമെന്ന വാക്കിൻ്റെ അർത്ഥം? വാക്കുകളില്ലാതെ ജീവിതം സുവിശേഷം പ്രസംഗിക്കുന്നതാകുന്നതാണ് സാക്ഷി. വാക്കുകൾ കൂടാതെ സുവിശേഷം സുഗന്ധമാകുന്നതാണ് സാക്ഷിയാകുക എന്ന വാക്കിൻ്റെ അർത്ഥം. 1,00,000-ൽ കൂടുതൽ ആളുകൾ തൃശ്ശൂരിൽ സമ്മേളിച്ചപ്പോൾ മദർ തെരേസയുടെ പ്രസംഗം തർജ്ജമ ചെയ്യാൻ എനിക്ക് മഹാഭാഗ്യം ഉണ്ടായിരുന്നു. എന്നാൽ മദറിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഞാൻ മദറിൻ്റെ പ്രസംഗം തർജ്ജമ ചെയ്യാനായിട്ട് മദറിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് മദർ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മൈ വോയിസ് ഈസ് ഫീബിൾ, പ്ലീസ് ഡു ടേക്ക് ആഡഡ് കോഷൻ. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീ പ്ലീസ് റേസ് യുവർ ഹാൻഡ്, ഐ വിൽ റിപ്പീറ്റ്. മദർ സംസാരിച്ചു. വളരെ നിഷ്കളങ്കമായൊരു ഭാഷ, വളരെ ലാളിത്യമുള്ള വാക്കുകൾ. ഞാൻ തർജ്ജമയ്ക്ക് വേണ്ടി എൻ്റെ അധരം തുറന്നപ്പോൾ തൃശ്ശൂരിലെ ഒന്നിച്ചുകൂടി 1,00,000 ജനങ്ങൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ തർജ്ജമ ചെയ്യേണ്ട, അച്ഛനെ മാറ്റി നിർത്ത്. അച്ഛൻ്റെ തർജ്ജമ കൂടാതെ ഞങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട്. ഈ തർജ്ജമ കൂടാതെ സുവിശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്ന പ്രക്രിയയുടെ പേരാണ് സാക്ഷിയാകുക. നീ എൻ്റെ സുവിശേഷത്തിന് സാക്ഷിയാകുക. ഈ ധ്യാനം വിജയമാകുന്നത് നിങ്ങൾ കർത്താവിൻ്റെ സുഗന്ധ തൈലമാകുമ്പോഴാണ്. മഗ്ദലന മറിയം കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ പൊട്ടിച്ചൊഴിച്ച നാർദിൻ തൈലക്കുപ്പി, അതിൻ്റെ സുഗന്ധം ആ വീട് മുഴുവൻ നിറഞ്ഞു. അതുകൊണ്ട് വാക്കുകൾ കൂടാതെ സുവിശേഷം വ്യാഖ്യാനിക്കാൻ ആർക്കാണോ കഴിയുന്നത് അവനാണ് സാക്ഷിയാകുന്നത്. ഈ ധ്യാനം നമുക്ക് നൽകേണ്ട മൂന്നാമത്തെ കൃപ എന്താണെന്നറിയാമോ? ഞാനും നിങ്ങളും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ മിഷണറിമാരാണ്. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകുക, സർവ്വജനങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവർക്ക് മാമുദീസ കൊടുക്കുക. ഹൈദരാബാദിലെ കേറിപ്പാർത്ത് ഇവിടെ വളർന്നിട്ടുള്ള നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, എവരി മൈഗ്രൻ്റ് ഈസ് എ മിഷണറി. നിങ്ങളൊക്കെ തന്നെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രേക്ഷിതരാണ്. ആ പ്രേക്ഷിത ദൗത്യം ഏറ്റെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. ശംഷാബാദ് രൂപത നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഹൈദരാബാദിൽ കുടിയേറിയ സീറോ മലബാർ പ്രവാസികൾക്ക് ധൂപക്കുറ്റി വയ്ക്കാനും കറാപ്പ് തെളിക്കാനും ഉള്ള ഒരു രൂപതയല്ല. അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ കാരണവന്മാരുടെ പൈതൃകം കളയാതെ സൂക്ഷിക്കാനും അത് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും പകുത്തു കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളിലൂടെ അത് മറ്റുള്ളവരിലൂടെ കാണട്ടെ. നിങ്ങൾക്കറിയാം, ഇവിടെ ധാരാളം അച്ഛന്മാർ വന്നിട്ടുണ്ട്. അച്ഛന്മാരെ എൻ്റെ സെൻഡ് ഓഫിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. പക്ഷെ മേജർ ആർച്ച് ബിഷപ്പിന് സെൻഡ് ഓഫ് ഇല്ല. മേജർ ആർച്ച് ബിഷപ്പ് ഇപ്പോഴും ഈ രൂപതയുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യസ്ഥനാണ്. അതുകൊണ്ട് സെൻഡ് ഓഫ് ഒന്നും തരണ്ട. റിസപ്ഷനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മിഷണറിമാരാകണം. ശംഷാബാദ് രൂപത മൈഗ്രൻസിൽ നിന്ന് മിഷനിലേക്കുള്ള വളർച്ചയാണ്. ശംഷാബാദ് രൂപതയ്ക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ ഇവിടുത്തെ സ്ഥലത്തെ ഭാഷ പഠിച്ചു, ഇവിടുത്തെ സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേർന്നു, നിങ്ങളെ തമ്മിൽ ഒരുപാട് വളർത്തി. പക്ഷെ നിങ്ങൾ
ഇനി കർത്താവിനെ വളർത്താനും കർത്താവിൻ്റെ സഭ പടുത്തുയർത്താനും കർത്താവിൻ്റെ കൈകളിലെ സാക്ഷികളാകണം. നിങ്ങൾ മിഷണറിമാരാകണം. ഈ മിഷൻ പ്രവർത്തനത്തിൽ നമുക്ക് കരം കോർക്കാനായിട്ട് കഴിയട്ടെ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, കേരളത്തിലാണെങ്കിൽ 56 വയസ്സിൽ റിട്ടയർമെൻറ്റാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യം വരുന്നൊരു സമയമാണ് 56. ആ സമയത്ത് വേറെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി നമ്മൾ റിട്ടയർമെൻറ്റ് എടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യക്കുറവുണ്ടായിട്ട് നമ്മളെ മാറ്റണതല്ല, വേറെ ആളുകൾക്ക് ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞ് മാറ്റുകയാണ്. പക്ഷെ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ്, നിങ്ങളൊക്കെ മിഷനിലേക്ക് വരണം. നിങ്ങളൊക്കെ മിഷനിലേക്ക് വരണം. ഞാൻ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെ എണ്ണം കുറയുമ്പോൾ എനിക്ക് പേടിയില്ല. ദൈവവിളികൾ കുറയുന്നു എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങളെ തമ്പുരാൻ മിഷണറിമാരാകാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വിളിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ തിരിച്ചറിയണം. ധാരാളം പേർക്ക് കർത്താവിൻ്റെ വേല തുടരാൻ ഇനി മിഷണറിമാരുടെ ദൗത്യം ഏറ്റെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയും, ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്നതിൻ്റെ അടയാളം നിങ്ങൾക്ക് കർത്താവിൻ്റെ ദൗത്യം മറ്റുള്ളവർക്ക് അറിയിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യമാണ്. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ പറയട്ടെ, നമ്മളായിരിക്കുന്ന എല്ലാ അവസ്ഥകളിലും നമുക്ക് കർത്താവിനെ പ്രഘോഷിക്കാൻ ഇടയുണ്ട്. കർത്താവിൻ്റെ ഓശാന പ്രദർശനം ആരംഭിക്കുന്നതിന് മുമ്പ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആകുലപ്പെടേണ്ട, കാരണം 10 പൈസയ്ക്ക് ഗതിയില്ല കർത്താവിൻ്റെ കയ്യിൽ. പ്രദർശനമൊക്കെ വേണമെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിന് ഒരു രഥം വേണം. ഇപ്പം കർത്താവ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയും കഴുതക്കുട്ടിയും നിങ്ങൾ കാണും. ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കഴുതയും കഴുതക്കുട്ടിയെ നിങ്ങൾ കാണും. അൺടായി, നിങ്ങളതിനെ അഴിക്കുക, നിങ്ങളതിനെ കൊണ്ടുവരിക, ഞാൻ അതിൻ്റെ പുറത്താണ് സഞ്ചരിക്കുക. ഞാൻ ചിലപ്പോൾ വിളിക്കും, ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഈ കഴുത, കർത്താവ് ഇന്ന് അഴിച്ചെടുക്കുന്ന കഴുത ഹൈദരാബാദിലെ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരുമാണ്. നിങ്ങളെ കർത്താവ് കെട്ടഴിക്കുകയാണ്. നിങ്ങളെ കർത്താവിനെ വഹിക്കാനായിട്ട് കർത്താവിൻ്റെ കൈകൾ ഉപകരണമാകാണ്. സോ എവറി മൈഗ്രൻ്റ് ഈസ് എ മിഷണറി, മേ ബി എ മെഡിക്കൽ പ്രാക്ടീഷണർ, മേ ബി എൻ അഡ്വക്കേറ്റ്, മേ ബി എ ടീച്ചർ, എനിബഡി. നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, വി ഷാൽ ബിക്കം മിഷണറീസ് ടു ബിൽഡ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്. അമ്മ പങ്കെടുത്ത ഒരു സാബു അറത്തൊട്ടിയിൽ ബ്രദറിൻ്റെ ധ്യാനമായിരുന്നു മംഗളവാർത്ത. സാബു അറത്തൊട്ടിയിൽ ബ്രദർ പങ്കെടുത്ത് നടത്തിയ ഒരു ധ്യാനം പോലെയായിരുന്നു മാലാഖ പ്രത്യക്ഷപ്പെട്ടത്. മാലാഖ മറിയത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. മറിയം വളരെ അസ്വസ്ഥ ചിത്തയായി. എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇത് എങ്ങനെയാണ് സംഭവിക്കുക, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? മാലാഖ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. മറിയം ധ്യാനത്തിൽ സൗഖ്യം ലഭിച്ചു. അവൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. അടുത്ത വാചകം എന്താണെന്നറിയാമോ? മറിയം തിടുക്കത്തിൽ, മേരി ഇൻ ഹേസ്റ്റ്. എത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണത്, മേരി ഇൻ ഹേസ്റ്റ്. ഹേസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എല്ലാ ഉത്തരവും എനിക്കറിയാം, പക്ഷെ എഴുതാൻ സമയമില്ലാത്തപ്പോൾ ഞാൻ ഉത്തരമറിയുന്ന കടലാസ്, ചോദ്യക്കടലാസും ഉത്തരം എഴുതാൻ സമയമില്ലാത്ത ഒരു കുട്ടിക്കുണ്ടാകുന്ന ഹൃദയവികാരത്തിൻ്റെ പേരാണ് ഹേസ്റ്റ്. എനിക്കറിയാം, പക്ഷെ സമയമില്ല. മറിയം തിടുക്കത്തിൽ. മറിയം ചവിട്ടിക്കയറിയത് സമതലങ്ങളെയല്ല, മറിയം ചവിട്ടിക്കയറിയത് മലമ്പ്രദേശങ്ങളിലൂടെയാണ്. മറിയം മലമ്പ്രദേശങ്ങളുടെ ചവിട്ടിക്കയറി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
മിഷണറിമാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു അപകടങ്ങളോ വലിയ വലിയ അപകടങ്ങളോ സംഭവിക്കുമ്പോൾ നിങ്ങളാരും അസ്വസ്ഥരാകരുത്, ഒരിക്കലും അസ്വസ്ഥരാകരുത്. പലപ്പോഴും സുഖസൗകര്യങ്ങളുടെ നടുവിൽ നമ്മൾ ഒരു അപകടവും ഇല്ലാതെ ചെയ്യുന്ന ശുശ്രൂഷയാണ് മിഷൻ പ്രവർത്തനം എന്നുള്ള തെറ്റിദ്ധാരണ നമ്മൾ മറക്കണം. എവിടെയൊക്കെ പ്രതിസന്ധി ഉണ്ടോ അവിടെയൊക്കെ കർത്താവിൻ്റെ സുവിശേഷം വളർന്നു. കർത്താവ് തൻ്റെ സുവിശേഷം 100 മേനി വിളവ് നൽകി. അതുകൊണ്ട് തന്നെ മറിയം തിടുക്കത്തിൽ മലമ്പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തു. അവസാനത്തെ വാചകം എന്താണെന്നറിയാമോ? മറിയം റിമെയിൻഡ് 3 months. ഈ 3 months വേറൊരു വാക്കുമായിട്ട് പ്രയോഗമുണ്ട്. മംഗളവാർത്ത മറിയം സ്വീകരിച്ചത് 6-ാം മാസമാണ്. 6 മാസം അവൾ കഴിഞ്ഞ് 3 മാസം കൂടെ കഴിഞ്ഞാൽ എന്തായി സംഗതി? പ്രസവ സമയമായി. ആൻഡ് ഷീ ഡെലിവേർഡ് ജീസസ്. I tell you that until and unless you fail to deliver Jesus through our mission, through our profession, through our circumstances, through our families, നമുക്ക് കർത്താവ് നിത്യസമ്മാനത്തിൻ്റെ അംഗീകാരം നൽകില്ല. എനിക്കൊരേ കാര്യമുള്ളൂ, വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നത്. എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്കുറപ്പാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നുള്ളത്. എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ എനിക്കുറപ്പാണ് ഞാൻ വേണ്ട പോലെ പ്രാർത്ഥിച്ചിട്ടില്ല, നിങ്ങളാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. സോ kneeling down, I earnestly entreat and request, please strengthen me with your prayers. പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.